ഈ മലബാറിലെ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രാർത്ഥനാ തീർത്ഥാടന കേന്ദ്രവും ചരിത്രപ്രസിദ്ധവുമായ ദേവാലയവുമാണ് കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ദേവമാതാ പള്ളി. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സാമൂതിരി രാജാവ് നൽകിയ മണ്ണിൽ പോർച്ചുഗീസ് ഇറ്റാലിയൻ വാസ്തുശൈലിയിൽ പണിതുയർത്തിയ ഈ ദേവാലയം കോഴിക്കോടിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി ഇപ്പോഴും തുടരുകയാണ്. പള്ളിയുടെ ചുമരിൽ 200 വർഷം പഴക്കമുള്ള വിശുദ്ധ മറിയത്തിൻ്റെ ഛായാചിത്രം മറ്റൊരു ആകർഷണമാണ്. ആയിരത്തി 1513 പോർച്ചുഗീസുകാർ സാമൂതിരിമാരുമായി ഒരു ഉടമ്പടി ഒപ്പുവെച്ചത് മുതൽ ഈ പള്ളിയുടെ ചരിത്രം ആരംഭിക്കുന്നു. സാമൂതിരിമാരുടെ അനുമതിയോടെ പോർച്ചുഗീസുകാർ കോഴിക്കോട് ഒരു ഫാക്ടറിയും മാതാവിന് സമർപ്പിച്ച ഒരു പള്ളിയും നിർമ്മിച്ചു. അന്ന് ഈ പള്ളി മാട്രി ദേയ് എന്നായിരുന്നു അറിയപ്പെട്ടത്. പള്ളി നിർമ്മിക്കുന്നതിനായി സാമൂതിരി രാജാവ് സൗജന്യമായി സ്ഥലം അനുവദിച്ചു നൽകുകയും പിന്നീട് പല കാലഘട്ടങ്ങളിൽ ഈ പള്ളി പുനർനിർമ്മിക്കപ്പെടുകയും ഉണ്ടായി. ഈ പള്ളിയിലൂടെയാണ് കേരളത്തിൽ, ഭാരതത്തിൽ റോമൻ കത്തോലിക്ക സഭ പടർന്ന് പന്തലിച്ചത്. അനേകം വലിയ മിഷണറിമാരായിരുന്നു ഈ പള്ളിക്ക് നേതൃത്വം കൊടുത്തിരുന്നത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വൈദിക ശ്രേഷ്ഠനാണല്ലോ അരുണോസ് പാദ്രി. അരുണോസ് പാദ്രിയും ഈ ദേവാലയത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ലോകപ്രശസ്തരായ ഇറ്റാലിയൻ മെത്രാന്മാർ ഇവിടെ ഈ ഭദ്രാസന ദേവാലയത്തിൻ്റെ അധിപന്മാരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഗോത്തിക് ശൈലിയിലുള്ള ഈ കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇറ്റാലിയൻ വാസ്തുശില്പികളെ കോഴിക്കോട്ടേക്ക് എത്തിച്ചത്. വാതിലുകൾക്കും ജനാലകൾക്കും മുകളിലുള്ള വളഞ്ഞ കമാനങ്ങൾ, ഗോപുരങ്ങളിലെ കോളനേറ്റ്, മറ്റ് നിരവധി വാസ്തുവിദ്യാ വൈഭവങ്ങൾ ഇറ്റാലിയൻ വാസ്തുശില്പികളുടെ സൗന്ദര്യബോധത്തിനും ഇന്ത്യൻ തൊഴിലാളികളുടെ കലാപരമായ വൈദഗ്ധ്യത്തിനും സാക്ഷ്യമായി നിലകൊള്ളുന്നു. ഇരുവശത്തും ഉയർന്നതും ചതുരാകൃതിയിലുള്ളതുമായ ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ട മുൻഭാഗത്തിൽ ഈ മനോഹരമായ ഘടനയിൽ നിയോ റോമൻ വാസ്തുവിദ്യാ സ്വാധീനം പ്രകടമാണ്. പള്ളിയുടെ ചുമരിൽ 200 വർഷം പഴക്കമുള്ള വിശുദ്ധ മറിയത്തിന്റെ ഛായാചിത്രം മറ്റൊരു ആകർഷണമാണ്. യൂറോപ്യൻ ക്ലാസിക് ആർട്ട് ശൈലിയിൽ വരയ്ക്കപ്പെട്ട ഈ പെയിന്റിംഗ് അതിൻ്റെ നിറക്കൂട്ടുകൾ കൊണ്ടും ഭാവങ്ങൾ കൊണ്ടും സഞ്ചാരികളെയും കലാപ്രേമികളെയും ആകർഷിക്കുന്ന ഒന്നാണ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഛായക്കൂട്ടുകൾക്ക് കാര്യമായ മങ്ങൽ ഏറ്റിട്ടില്ല എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അത് പെയിൻ്റാണോ, അത് ഇലകൾ കൊണ്ടുള്ള ചാറുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. എങ്കിലും അതിൻ്റെ ഐതിഹ്യം ഇങ്ങനെയാണ്. നമ്മുടെ സുവിശേഷകനായ, അതായത് ബൈബിൾ എഴുതിയ സുവിശേഷകന്മാരിൽ ഒരാളാണല്ലോ ലൂക്ക. അപ്പം അത് ലൂക്ക വരച്ച 2 പരിശുദ്ധ അമ്മയുടെ ചിത്രങ്ങളിൽ ഒന്നാണ് ഈ പള്ളിയിലുള്ളത് എന്ന ഒരു ഐതിഹ്യം, ഒരു ചിന്ത ഇവിടെ ഉണ്ട്. ജാതി മതഭേദമന്യേ കോഴിക്കോട്ടുകാർ ബഹുമാനിക്കുന്ന ഒരു പൈതൃക കേന്ദ്രമാണിത്. ചരിത്ര പ്രസിദ്ധമായ മനാഞ്ചിറ സ്ക്വയർ, ബീച്ച് റോഡ് എന്നിവയോട് ചേർന്ന് കിടക്കുന്നതിനാൽ നഗരത്തിലെത്തുന്ന സഞ്ചാരികളുടെ പ്രധാന സന്ദർശന കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിക്കഴിഞ്ഞു ദേവമാതാ പള്ളി. മലബാറിലെ ക്രൈസ്തവ ചരിത്രത്തെയും വിദേശ ബന്ധങ്ങളെയും കുറിച്ച്
പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇതൊരു പ്രധാന പഠന കേന്ദ്രമാണ്. ന്യൂസ് മലയാളം, കോഴിക്കോട്.